ഇന്ന് പത്രങ്ങളിലുമൊക്കെ എം ടിയെക്കുറിച്ച് പിട എന്ന് പറയുന്ന രണ്ട് വാക്കേ ഉള്ളൂ. മറ്റ് വലിയ വിശേഷണങ്ങളൊന്നുമില്ലാതെ തന്നെ മലയാളികൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ഒരു ബിംബമായി എം ടി വളർന്നിരിക്കുന്നു. രഞ്ജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷമമെന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം, ഇന്ന് ഡിസംബർ 26 ഇന്ന് പത്രങ്ങളില്ല എന്നുള്ളതാണ്. ഇന്നലെ ക്രിസ്മസ് ആയിരുന്നു, അവധി കഴിഞ്ഞ് പത്രങ്ങളില്ലാത്തൊരു ദിവസമാണ് മലയാളം കണ്ട ഏറ്റവും മികച്ച പത്രാധിപർ വിടവാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇന്നലെ സംശയിച്ചു എങ്ങനെയായിരിക്കും ഇന്നത്തെ ദിവസം ഇറങ്ങുക. ഇന്ന് പത്രങ്ങളിൽ നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ രണ്ട് വാക്കുകളാണല്ലോ. എം ടി എന്നുള്ളത് ഇംഗ്ലീഷിലെ രണ്ട് വാക്കുകളാണെങ്കിലും എം ടി എന്ന വാക്ക് മലയാളിക്ക് മലയാള വാക്കാണ്, ഒരു പേരായിട്ട് മാറുകയാണ് രണ്ട് ഇനിഷ്യലുകൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളുടേതുപോലെ എം ടിയും മലയാളിക്ക് രണ്ട് അക്ഷരങ്ങളിലൂടെ ഒരു യാത്രയയപ്പ് നൽകുകയാണ്. വിട എന്ന് പറയുന്ന, നമുക്കറിയാമല്ലോ, തിരിച്ചു വരാൻ വേണ്ടിയുള്ളൊരു യാത്രയാണ് എന്നാണ് കുട്ടിയേട്ടത്തിൽ പറയുന്നത്. അതേപോലെ നമ്മുടെ ഓരോ കഥയിലും നോവലിലും കാത്തിരിപ്പൊരു വലിയ പ്രാർത്ഥനയാണെന്ന് പറയുന്നത് പോലെ, മടങ്ങി വരാൻ വേണ്ടിയുള്ള തുടക്കങ്ങളാണെന്ന് പറയുന്നത് പോലെ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. അവസാന നിമിഷവും വെന്റിലേറ്ററിൽ കഴിയുന്ന ഘട്ടത്തിലും, ICUവിൽ കഴിയുന്ന ഘട്ടത്തിലും ഒരു തിരിച്ചുവരവ് എം ടി നടത്തുമെന്നൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. കാര്യം ഇതിനു മുമ്പ് എം ടി അങ്ങനെ തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അവസാന നിമിഷം നമുക്കറിയാവുന്നതുപോലെ ഏകദേശം അവസാനിച്ചു എന്ന് തോന്നുന്നൊരു സമയം. മലയാളത്തിലെ മിക്ക മനുഷ്യരും എം ടി ഓർമ്മിച്ചെടുക്കുന്നത് എം ടി എന്ന മനുഷ്യൻ മലയാളത്തിന് നൽകിയ സംഭാവനകളാണ്. അത് ഇന്നത്തെ ദിവസം ഈ പത്രങ്ങളിൽ എങ്ങനെയായിരിക്കും അച്ചടിച്ചു വരിക എന്നൊരു കൗതുകം ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കാലത്തിൻ്റെ ഒരു വികൃതിയോ കൗതുകമോ ആണ് പത്രങ്ങളില്ലാത്തൊരു ദിവസം കേരളം കണ്ട ഏറ്റവും മികച്ച പത്രാധിപർ യാത്രയാവുന്നു എന്നുള്ളത്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ കാലം മാതൃഭൂമി എന്ന് പറയുന്ന പത്രവുമായിട്ടും അതിൻ്റെ പീരിയോഡിക്കലുമായിട്ടും അതിൻ്റെ പത്രാധിപരായി അതിൻ്റെ മാറ്റങ്ങളിലൊക്കെ ചുക്കാൻ പിടിച്ച എം ടി യാത്രയാകുമ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ആ പത്രത്തിൽ മുഴുവനായിട്ട് സ്മൃതി രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എം ടിയുടെ ജീവിത കാലത്തെ കഥാപാത്രങ്ങളിൽ. അതാ പറഞ്ഞത്, മലയാളത്തിൽ പത്രമില്ലാത്തൊരു ദിവസം മലയാളം കണ്ട ഏറ്റവും വലിയ പത്രാധിപർ യാത്രയാവുന്നു എന്നൊരു കൗതുകവും കൂടിയുണ്ട് ഈ വിഷയത്തിൽ. ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളെല്ലാവരും പലതവണ സംസാരിക്കുകയും പറയുകയും ചെയ്തതുപോലെ ഒരു എഴുത്തുകാരൻ മാത്രമായിരുന്നില്ല. അദ്ദേഹം കാണിച്ച പിശുക്ക്, ഒരു സാംസ്കാരിക നായകൻ എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കണമെന്ന് പറയുമ്പോൾ, ഇന്നലെ മുകുന്ദനുമായി സംസാരിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഞാൻ എം ടിയെക്കുറിച്ച് സംസാരിച്ചത് മുകുന്ദനുമായിട്ടാണ്. മുകുന്ദൻ ഇന്നലെ പറയുന്നൊരു കാര്യമുണ്ട്, എപ്പോഴും ഒരകലം സൂക്ഷിക്കാൻ ഉള്ള ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്ന ആളാണ് എം ടി. ഒരുപക്ഷെ ഈ മരണാനന്തര യാത്രയിലും അദ്ദേഹം ആ അകലം സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വലിയ വിലാപയാത്രകൾ വേണ്ട, വലിയ പ്രദർശനങ്ങൾ വേണ്ട, ശവമഞ്ചങ്ങൾ എനിക്ക് വേണ്ട, എൻ്റെ പേരിൽ വലിയ രീതിയിലൊരു പൊതുദർശനത്തിന് പോലും ഞാൻ ഒരുക്കമല്ല എന്ന് പറഞ്ഞു പോകുന്ന എം ടി ജീവിതത്തിൽ പണ്ടനുഭവിച്ച കുട്ടിക്കാലത്തിലെ ബാല്യകാലത്തിലെ ഒറ്റപ്പെടലുകളും ആ ജീവിതത്തിലെ ഇരുട്ടും കഥകളിൽ എങ്ങനെയുണ്ടോ അതുപോലെ ശാന്തമായി പോകാനാണ് ആഗ്രഹിച്ചത്. ആൾക്കൂട്ടത്തിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ കഥകളിൽ കാണുന്നത് പോലെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മനുഷ്യനായി ഇവിടെ ഈ ആൾക്കൂട്ടത്തിന് നടുവിൽ സിതാരയിൽ നിൽക്കുന്ന സമയത്തും അദ്ദേഹം ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഇവിടെ. അപ്പോൾ ആ യാത്രയെ നമുക്ക് എങ്ങനെ നമ്മൾ വളരെയധികം ആലോചിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ എം ടിയുടെ കഥയെക്കുറിച്ച് പറയാൻ, കഥാപാത്രങ്ങളെക്കുറിച്ച് പറയാൻ എത്രത്തോളം യോഗ്യതയുണ്ട്. കാര്യം ഒരു ഒഴുക്കിനനുസരിച്ച് പോകുന്ന പുഴയിലെ ചെറിയ ചെറിയ പാറക്കഷ്ണങ്ങൾ പോലെയാണ് നമ്മൾ ആ എം ടിയുടെ കഥാപാത്രങ്ങളിലൂടെ ജീവിച്ച് സ്വയം പരുവപ്പെട്ടവരാണ്. നമ്മൾക്ക് ആ പുഴയിൽ നിന്നും ഇങ്ങോട്ട് പുറത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു പുഴയിലെ ഒഴുക്കിൽ രൂപപ്പെട്ട കല്ലുകളായി നമ്മൾ തീർന്നിട്ടുണ്ടെങ്കിൽ ആ പുഴയെക്കുറിച്ച് പറയാനുള്ള അർഹത നഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു കാര്യം. അങ്ങനെയാണല്ലോ എം ടിയെ നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മുടെ ബാല്യകാലവും എം ടിയുടെ കാലത്ത് എം ടി അടയാളപ്പെടുത്തുന്ന കഥാപാത്രങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ മുകുന്ദൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അദ്ദേഹം എല്ലാ വിഷയങ്ങളോടും പ്രതികരിച്ചിരുന്ന ആളല്ല, വളരെ അപൂർവമായി മാത്രം പ്രതികരിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ നിലപാട് അതായിരുന്നു. പ്രതികരിക്കുമ്പോൾ വളരെ ഷാർപ്പായിട്ടുള്ള പ്രതികരണം വേണ്ടടുത്ത് ഒരു തവണ പറയും, അതിൽ പിന്നീട് തുടർ ചർച്ചകളില്ല, പറയാനുള്ളത് പറഞ്ഞിട്ട് പോകുകയാണ്. മാത്രവുമല്ല, ഒരു സാംസ്കാരിക നായകൻ എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയേണ്ട ആളല്ല എന്ന് കൃത്യമായി ബോധ്യമുള്ള ആളാണ്. എന്നാൽ പറയേണ്ടത് കൃത്യസമയത്ത് പറയാൻ അദ്ദേഹം മറക്കാറുമുണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ നമ്മുടെ പിന്നിൽ ഈ സിതാരയിൽ ഈ വലിയ ആൾക്കൂട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിവിധ ടെലിവിഷൻ ചാനലുകളിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്ന എം ടി, ഇപ്പോൾ എം ടിയുടെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകവും വായിച്ചു തീർത്ത മനുഷ്യൻ, പലതവണ ആവർത്തിച്ച് വായിക്കുന്ന മനുഷ്യൻ പറയുന്നൊരു കാര്യമുണ്ട്, എം ടിയുടെ ഒരു കഥയും ഒരു നോവലും പാതി വഴിയിൽ വെച്ച് ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്.